അടിപൊളിയാണ്. നല്ലൊരു പടവും നല്ല ഇഷ്ടപ്പെടും. നല്ല വർക്കൗട്ടിങ് ആയിട്ടുണ്ട്. നല്ലൊരു സ്ക്രിപ്റ്റ് ആണ്. ആക്ച്വലി നല്ലൊരു സ്ക്രിപ്റ്റ് ആണ്. ലാഗായിട്ട് ഇതൊരു ഫാമിലി മൂവിയാണ് ബ്രോ. ചിലവർക്ക് ഇഷ്ടപ്പെടാൻ, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫീൽ ഗുഡ് പടം. അത് ഒന്ന് ട്രാക്കിൽ വരാൻ വേണ്ടിയിട്ട് ഇന്റർവെൽ വരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. അല്ലാതെ എടുത്തു പറയാനായിട്ടൊന്നുമില്ല. ഒരു കുഞ്ഞു പടം. ഇത് അങ്ങനത്തെ ഒരു പടമല്ല, ഒരു ഫീൽ ഗുഡ് പടമാണ്. അങ്ങനെ വലിയ വമ്പൻ സെറ്റപ്പ് ഒന്നും അല്ല. ഫാമിലി മൂവിയാണ്. അതർവൈസ് വേറെ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും വരുന്നില്ല. എന്നിരുന്നാൽ പോലും ആസിഫിയുടെ ഇമോഷണൽ സീനൊക്കെ മലയാളികളെ വല്ലാതെ ഒരു ജോലി അന്വേഷിച്ച് പോകുന്ന, ഗൾഫിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന രണ്ടുപേരും ജോലിക്ക് പോകുന്ന ഒരു കുട്ടി. ആ കുട്ടി നമുക്ക് ഫ്രഷായിട്ട് ഫീൽ ചെയ്യില്ല. കുട്ടിയുടെ റോള് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്കൊരു ഫാമിലി മൂവിയാണ്. വളരെ സ്ലോലിയാണ് പോകുന്നത്. ഒരുപാട് എക്സ്പെക്ടേഷൻസോട് നമ്മൾ വന്നില്ലെങ്കിലും ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആസിഫിൻ്റെ ഇമോഷണൽ സീൻ എടുത്തു പറയുകയാണ്. താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തിൻ്റെ ആ കണ്ണ് നിറയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെയൊക്കെ 2-3 സീന് ജോലി അന്വേഷിച്ച് പോയി ഗൾഫിൽ പെട്ടുപോകുന്നവരുടെ 2-3 ഇമോഷണൽ സീനൊക്കെ വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഓവറോൾ ആസിഫ് അലി നമുക്ക് അവിഭാജ്യ ഘടകമായി മലയാളത്തിന് മാറുന്ന ഒരു ഫിലിമാണ്. വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാന്ന് എടുത്തു പറയുന്നത്. എന്നിരുന്നാൽ പോലും ഒരു പക്ക ഫാമിലി ഫിലിമാണ്. കാരണം ഒറ്റപ്പെട്ട കുട്ടികളുള്ള എല്ലാ മാതാപിതാക്കളും ഒരുപക്ഷെ കണ്ടിരിക്കേണ്ട മലയാളികളുടെ ഒരു നല്ല സിനിമയായി മാറാം. ഡെഫിനറ്റ്ലി നമുക്ക് അത്രത്തോളം എക്സ്പെക്ടേഷൻ വേണ്ട. എന്നിരുന്നാൽ പോലും ആർക്കും ബാഡായിട്ട് നമുക്ക് ഇതിനകത്ത് പറയാനൊന്നുമില്ല. ഒരു ഫാമിലി മൂവിയാണ്, സ്ലോ മൂവിയാണ്. നമ്മൾ ജെന്യുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഫീൽഡിൽ ഇരുന്ന് പോകും എന്താണ് നടക്കുന്ന രീതിയിൽ. തുടരും ആ റേഞ്ച് വേറെയാണ്. കാരണം എന്താ പറയുക, എമ്പുരാനിലൂടെ തുടങ്ങി പിന്നെ തുടരിലൂടെ മലയാള സിനിമയിലെ സകലകല റെക്കോർഡും ബാധിച്ചുകൊണ്ട് ഇപ്പോഴും ടിക്കറ്റ് ഇല്ല. തുടരത്തിന് ഇപ്പൊ നമ്മൾ ഈ നോക്കിയാൽ ഇന്നും ടിക്കറ്റ് ഇല്ല. തുടരുന്ന് വരുന്ന ടിക്കറ്റിലെ ബാലൻസ് വരുന്നത് ഒരിക്കലും നിരാശരായി പോണ്ട. നമുക്ക് ഇതുകൂടെ കണ്ട് ആസിഫ് അലി കൂടെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പോവാം. പിടിച്ചു നിൽക്കാനുള്ള എന്തായാലും തുടരുമായിട്ട് ഇപ്പം മലയാള സിനിമയിൽ ഒറ്റ ഫിലിം ഇപ്പൊ അതർവൈസ് തമിഴ് പടം വന്നു, ഒരു പടവും തുടരുന്നതിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള സത്യം മലയാളികൾ തിരിച്ചറിഞ്ഞതാണ്. തുടരും മലയാളത്തിന്റെ ലാലേട്ടൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, മൂവി തന്നെയാണ്.